അസ്സലാമു അലൈക്കും. ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പൊ നമുക്കതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ തൊടിയിലൊക്കെ വളരെ സുലഭമായി കണ്ടുവരുന്ന ഒന്നാണ് സാമ്പാർ ചീര. അപ്പോൾ ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പിടി സാമ്പാർ ചീരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കഷ്ണങ്ങളാക്കി മാറ്റുക. ഈ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പരിപ്പ് ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പ് കുക്കറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഈ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 വെളുത്തുള്ളിയും കൂട്ടിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ പരിപ്പ് നല്ലപോലെ വേവായിട്ടുണ്ട്. ഈ പരിപ്പിനെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ശേഷം നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്കായിട്ട് ഈ പരിപ്പിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി അതവിടെ ഇരിക്കട്ടെ. ഒരു പാനിലേക്കായിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 ചുവന്ന മുളക് ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്കായിട്ട് നമ്മൾ ചീരൻ്റെ ഇല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല നല്ലപോലെ വഴന്ന് വന്നാൽ ഇതിലേക്കായിട്ട് വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രയും മതി, കറിൻ്റെ പണി തീർന്നു കേട്ടോ. വളരെ സിമ്പിളായി നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.